എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഡേവിഡിനെ കണ്ടതിന് ശേഷം നവ്യ വരുന്നത് നവ്യയുടെ കൂട്ടുകാരിയെ കാണാനാണ്. മിക്കവാറും അബിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കൂട്ടുകാരിയോട് പറഞ്ഞു കാണും. കൂട്ടുകാരി അതിനെക്കുറിച്ച് അന്വേഷിച്ച് കാണും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറേ കാര്യങ്ങളൊക്കെ നവ്യയോട് പറയുന്നുണ്ട്. ഇടയ്ക്ക് നവ്യയുടെ മുഖത്ത് നല്ല സങ്കടമൊക്കെ കാണുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നവ്യ ആ കൂട്ടുകാരിയോട് പറയുന്നുണ്ട്, ആയിക്കോട്ടെടി, ഇനി നീ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചേക്കുന്നത് എന്ന്. അങ്ങനെ പറഞ്ഞിട്ടാണ് നവ്യ അവിടുന്ന് വരുന്നത്. മിക്കവാറും എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. ഇനി നവ്യയുടേതായ രീതിയിൽ പോകുമായിരിക്കും നവ്യ മുന്നോട്ട്. കാരണം ഇത്രയും ദിവസവും നവ്യയുടെ മുമ്പിൽ എല്ലാവരും അഭിനയിക്കുമല്ലായിരുന്നോ, അതിൻ്റെ ഒരു കലിപ്പും ദേഷ്യവും ഒക്കെ നവ്യയ്ക്കുണ്ടായിരിക്കാം. ഏതായാലും അവിടുന്ന് നേരെ വരുന്നത് ഗോവിന്ദൻ്റെയും കനകയുടെയും അടുത്തോട്ടാണ്. അവിടെ കയറി വരുന്നത് ഗോവിന്ദൻ മോളെ എന്ന് വിളിക്കുക. അന്നേരം മോളോ? ആരുടെ മോള്? അങ്ങനെ ഒരു മോള് നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ മൂത്ത മോള് തന്നെയാണോ ഞാൻ? അതോ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാതിരുന്ന സമയത്ത് എന്നെ ദത്തെടുത്തതാണോ? അങ്ങനെയും എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ പറയുമ്പം കനക അങ്ങോട്ട് വന്നിട്ട് ചോദിക്കും, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ തോന്നാൻ ഇപ്പം എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പം, അല്ലെങ്കിൽ നല്ലൊരു ദാമ്പത്യ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കുടുംബജീവിതം തകർക്കാൻ നിങ്ങൾ ശ്രമിക്കുകയില്ലായിരുന്നല്ലോ, കുറേ കള്ളക്കഥകളും പറഞ്ഞുകൊണ്ട് വന്ന എന്ന് പറയും. അന്നേക്കും നന്ദു അങ്ങോട്ട് വരും. ചേച്ചി എന്തറിഞ്ഞിട്ടേ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പം, നീ എന്നോട് മിണ്ടരുത്, നിന്നോട് സംസാരിക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. നിന്നെ ഞാൻ പണ്ടേ തള്ളിക്കളഞ്ഞതാ. എൻ്റെ അനിയത്തിയായിട്ട് നിന്നെ ഞാൻ കണക്കാക്കിയിട്ട് പോലും ഇല്ല എന്ന് പറയും. എന്നിട്ട് കനകയോടും ഗോവിന്ദനോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റു 2 മക്കളുടെ ജീവിതം നന്നായി പോകണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നെക്കുറിച്ച് യാതൊരു വിഷമവുമില്ല, എന്നോട് യാതൊരു ഇഷ്ടവുമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്തത്. ഏതായാലും എനിക്ക് സത്യം അറിയണമെന്നുണ്ടായിരുന്നു. ആ സത്യം തേടിയാണ് ഞാൻ പോയത്. അതറിയുകയും ചെയ്തു. ഇനി അതനുസരിച്ചാണ് ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചേക്കുന്നത് എന്നൊക്കെ പറയുമ്പം കനക പറയുന്നുണ്ട്, നിന്നോട് ഞങ്ങൾ ഒരു നുണയും പറഞ്ഞിട്ടില്ല, പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന്. അന്നേരം നവ്യ ചോദിക്കുന്നുണ്ട്, എൻ്റെ ഭർത്താവിനെ മാറ്റി നിർത്തി അയാളെ ഉപേക്ഷിച്ചിട്ട് ഞാൻ എൻ്റെ കുഞ്ഞുമായിട്ട് വിധവയെ പോലെ ജീവിക്കണം, അതായിരുന്നോ നിങ്ങളുടെയൊക്കെ ലക്ഷ്യം? അതിനു വേണ്ടിയാണോ ഇളയ മോളുടെ ഭർത്താവിനെ വെള്ള പൂശാൻ വേണ്ടി എൻ്റെ അഭിയെ കുറ്റപ്പെടുത്തിയത് എന്നൊക്കെ പറഞ്ഞ് നവ്യ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർക്ക് കാര്യങ്ങളൊന്നും പിടികിട്ടിയില്ല. എങ്ങനെ നവ്യ ഇങ്ങനെ തിരിഞ്ഞു എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും എല്ലാം പറഞ്ഞതിന് ശേഷം നവ്യ പറയുന്നുണ്ട്, ദേ ഇവിടെ വെച്ച് ഞാൻ എൻ്റെ അച്ഛനും അമ്മയുമായിട്ടുള്ള എൻ്റെ ബന്ധം നിർത്തുവാണ്. ഇനി ഇങ്ങനെ ഒരു മോളുണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ട് വന്നേക്കരുത്. ഞാൻ നിങ്ങളെ അന്വേഷിച്ചും വരികയില്ല. എല്ലാ ബന്ധവും ഇവിടെ തീർത്തിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. ഇനി ഞങ്ങളായി ഞങ്ങളുടെ ജീവിതമായി അതിൻ്റെ അധികം തലയിടാൻ ആരും വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അങ്ങ് ഇറങ്ങിപ്പോവും. പോയി കഴിയുമ്പോൾ ഒന്നും മനസ്സിലാകാതെ നിൽക്കുവാണ് 3 പേരും. ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇതെന്താ ഇവൾക്കെന്താ ഇങ്ങനൊരു മാറ്റം? ഇവൾ എന്തറിഞ്ഞെന്ന് ഈ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നു. അന്നേരം നന്ദു പറയുന്നുണ്ട്, മിക്കവാറും അഭി പിന്നെയും ചേച്ചിയെ പറഞ്ഞ് പറ്റിച്ച് കാണും, അതാണ് സംഭവിക്കാനിടയുള്ളത് എന്ന് പറയുന്നു. ഏതായാലും വിഷമമായി. സത്യം പറഞ്ഞിട്ടും വലിയ പ്രയോജനം ഉണ്ടായില്ലല്ലോ എന്നൊരു സങ്കടമുണ്ട് എല്ലാവരുടെയും മുഖത്ത്. പിന്നെ കാണിക്കുന്ന ആദർശിനെയും നയനയാണ്. അവരെ വഴി വെച്ച് കാണുന്നുണ്ട് കേട്ടോ നയന. അന്നേരം ഒന്ന് നിന്നി എന്ന് പറയും. അന്നേരമാണ് അവർ നവ്യയെ കാണുന്നത്. അന്നേരം നവ്യ പറയുവാണ്, 2 പേരെയും കാണണമെന്ന് മനസ്സിൽ ഓർത്തേ ഉള്ളൂ. ഏതായാലും എൻ്റെ മനസ്സറിഞ്ഞ് തന്നെ നിങ്ങളെ മുന്നിൽ കൊണ്ട് എത്തിച്ചു ദൈവം. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ജീവിതം തകർക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ട. നിൻ്റെ ഭർത്താവ് ചെയ്ത തെറ്റ് എൻ്റെ അബിയുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി അമ്മയെ കൊണ്ട് നുണ പറയിപ്പിച്ചത് നീയാണോ, അതോ നിൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നവരാണോ? ആരായാലും ശരി, ഞാനത് വിശ്വസിച്ചിട്ടൊന്നുമില്ല, വിശ്വസിക്കത്തുമില്ല. മൂർത്തി ജ്വല്ലറി ഇപ്പം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. അന്നേരം അബി AN ജ്വല്ലറിയുടെ മാനേജർ ആകുന്നത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഒരു കാരണവും ഇല്ലാതല്ലേ നിങ്ങൾ അവനെ ആ ജ്വല്ലറിയിൽ നിന്ന്, മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് പുറത്താക്കിയത്. എന്നിട്ടിപ്പം അവൻ്റെ ജീവിതം നന്നാകുന്നു എന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് ആർക്കും സഹിക്കുന്നില്ല അല്ലേ? അതുകൊണ്ടാണ് ചന്തുമോളുടെ അച്ഛൻ അബിയാണ് എന്ന് പറഞ്ഞു വരുത്തി ആ തെറ്റ് അബിയുടെ തലയിൽ കെട്ടിവെക്കാനും നിൻ്റെ ഭർത്താവിനെ വെള്ളപൂശാനും അല്ലേ എല്ലാവരും ശ്രമിച്ചത്. ഏതായാലും അത് നടക്കില്ല. നിങ്ങൾ നോക്കിക്കോ, ഞാൻ AN ജ്വല്ലറിയുടെ മോഡലാണെങ്കിൽ അടുത്ത ദിവസം ഓപ്പൺ ആകുന്ന അവരുടെ ബ്രാഞ്ചിൻ്റെ മാനേജരായിട്ട് അബി ജോയിൻ ചെയ്തിരിക്കും. അതിന് യാതൊരു മാറ്റവുമില്ല. അവനെ ഇനി തകർക്കാമെന്ന് ആരും കരുതണ്ട എന്ന് പറയുന്നു. അന്നേരം നയന ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, ചേച്ചിക്ക് കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാകുകയില്ല, ചേച്ചീനെ അവൻ വീണ്ടും പറഞ്ഞ് പറ്റിച്ചേക്കുവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ആദർശം പറയുന്നുണ്ട് കേട്ടോ, നീ വീണ്ടും അവൻ്റെ വലയിൽ പോയി വീണു, അവൻ പറയുന്നത് കേട്ട് നീ വെറുതെ ഞങ്ങളുടെ തലയിൽ കയറാൻ വരണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ നവ്യ സംസാരിക്കുമ്പോഴെല്ലാം പറയുന്നത്, നിൻ്റെ അച്ഛനെയും അമ്മയും കാണാൻ ഞാൻ പോയായിരുന്നു, അവിടെ പറയാനുള്ളതൊക്കെ പറഞ്ഞു, പിന്നെ നിൻ്റെ അഹങ്കാരിയായ ആൺവേഷം കിട്ടി നടക്കുന്ന നിൻ്റെ അനീത്തിയും അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്.
അന്നേരം നയന ചോദിക്കും, ചേച്ചി എന്താ ഇതെല്ലാം നിൻ്റെ എന്ന് പറയുന്നത്, അത് നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ അനിയത്തും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ അങ്ങനെയാണോ, എനിക്ക് അങ്ങനെ തോന്നിയില്ല, എന്നെ തകർക്കാൻ ശ്രമിക്കുന്ന അവർ എൻ്റെ അച്ഛനും അമ്മയല്ല, അത് ഞാൻ അവിടെ പറഞ്ഞിട്ട് തന്നെയാണ് വന്നത് എന്നൊക്കെ പറയുവേ. ഏതായാലും പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് നവ്യ ഇങ്ങനെയും കൂടെ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു കാര്യം ഓർത്തോ, ഒരു കാരണവും ഇല്ലാതെ മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് എൻ്റെ അഭിയെ നിങ്ങൾ പുറത്താക്കി, എന്നിട്ട് അവിടുത്തെ MD കസേരയിൽ നിങ്ങളുടെ മണ്ടനായ അനിയനെ കയറ്റിയിരുത്തി. അവൻ ഈ വിഷുവിന് തോറ്റു തുന്നം പാടും. നോക്കിക്കോ, മൂർത്തി ജ്വല്ലറിയുടെ മുകളിലേക്ക് എത്തിയിരിക്കും ഈ വിഷുവിന് AN ജ്വല്ലറി, അത് നിങ്ങൾ കണ്ണു നിറച്ച് കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. നേരം കേട്ട് സഹിക്കാൻ മേലാഞ്ഞിട്ടായിരിക്കും നയന പറയുന്നുണ്ട്, ചേച്ചി അബിയുടെ ഉള്ളിൽ ഒരു കുറുക്കനുണ്ട്, അത് ചേച്ചി തിരിച്ചറിഞ്ഞില്ല എങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ വലിയ വീഴ്ചയായിരിക്കും ചേച്ചിയെ കാത്തിരിക്കുന്നത്, എനിക്കിതിൽ കൂടുതലൊന്നും പറയാനുമില്ല എന്ന് പറഞ്ഞിട്ട് നയനയും ആദർശയുടെ വണ്ടിയിൽ കയറി പോകുമ്പം ഭയങ്കര സങ്കടം വരുന്നുണ്ട് നവ്യയുടെ മുഖത്ത്. ഇങ്ങനെ വിഷമിച്ച് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. മിക്കവാറും ഇത്രയും നാളും നവ്യനെ എല്ലാവരും വട്ടം കറക്കിയതുകൊണ്ട് തിരിച്ചും അങ്ങനെ തന്നെ ചെയ്യാൻ തന്നെയായിരിക്കും നവ്യ തീരുമാനിച്ചേക്കുന്നത്. ഏതായാലും ആദർശം നയനയുടെ അങ്ങോട്ട് പോയി കഴിയുമ്പം മുഖത്ത് ഭയങ്കര വിഷമത്തോടെയാണ് അവർ പോകുന്നു നോക്കി നിൽക്കുന്നത് നവ്യ. പിന്നീട് മുത്തശ്ശനെയും മുത്തശ്ശിയും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇവരെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് ചർച്ച ചെയ്യുവാണ്. ദേവയാനിയും ജയനും ഒക്കെ ഉണ്ട്. നവ്യ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ്, നവ്യ എന്തെങ്കിലും അബദ്ധം കാണിക്കുമോ എന്നോർത്ത്. അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നവ്യ അങ്ങോട്ട് കയറി വരുന്നത്. കയറി വന്നു കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു ആശ്വാസം. പക്ഷേ നവ്യ അവിടെ വന്നിട്ട് അവരോട് പറയുന്നത് മറ്റൊരു രീതിയിലാണ്. നവ്യ എല്ലാവരോടുമായിട്ട് പറയുവാണ്, നിങ്ങൾ എന്താ കരുതിയത് ഞാൻ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നോ അതോ ട്രെയിന് തലവയ്ക്കുന്നോ, ഏതായാലും അതിനൊന്നുമല്ല ഞാൻ പോയത്, ചില സത്യങ്ങൾ എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു, ആ സത്യങ്ങൾ ഞാൻ കണ്ടെത്തി, ഇനി ആ സത്യങ്ങൾ മനസ്സിൽ വെച്ച് തന്നെയാണ് മുന്നോട്ട് ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചേക്കുന്നത്. എല്ലാവരും എൻ്റെ മുമ്പിൽ നാടകം കളിക്കുമല്ലായിരുന്നോ, സ്വന്തം കൊച്ചുമോനെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ മുത്തശ്ശൻ പോലും ഈ നാടകത്തിന് കൂട്ടുനിന്നത്. മുത്തശ്ശനോട് എനിക്ക് കുറച്ച് ബഹുമാനമൊക്കെ തോന്നിയായിരുന്നു. തെറ്റ് ചെയ്ത കൊച്ചുമകനെ വീട്ടിൽ നിന്നും ഓഫീസിൽ നിന്നും ഒക്കെ പുറത്താക്കിയപ്പം അത് വളരെ ഉയരത്തിലേക്ക് എത്തിയായിരുന്നു, ആ സ്നേഹവും ബഹുമാനവും ഒക്കെ. പക്ഷെ അതെല്ലാം ഇപ്പോൾ പോയി ഇരിക്കുവാണ്. കാരണം ഇപ്പോഴും മുത്തശ്ശൻ്റെ ഉള്ളിൽ ആദർശവാനായ ആ കൊച്ചുമകൻ മാത്രമേ ഉള്ളൂവെന്നും എൻ്റെ അഭിയെ ഇവിടെ നിങ്ങൾ രണ്ടാം തരക്കാരനായിട്ടാണ് കണ്ടേക്കുന്നത് എന്നും എനിക്കറിയാം. കാരണം അഭിയുടെ അമ്മയെ നിങ്ങൾ ദത്തെടുത്തതാണ്, ദത്തുപുത്രിയുടെ മകനുള്ള സ്ഥാനം മാത്രമേ അഭിക്ക് കൊടുത്തിട്ടുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ പുണ്യാളനായ കൊച്ചുമകൻ ചെയ്ത തെറ്റ് എൻ്റെ അഭിയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും, നീ എന്തറിഞ്ഞിട്ട് ഈ പറയുന്നത് എന്ന് ദേവയാനി ചോദിക്കും. അന്നേരം വേണ്ട, ഇനി അതിനെപ്പറ്റി എന്നോട് കൂടുതൽ പറയണ്ട, എന്താണ് സംഭവിച്ചത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ മകനെ വെള്ള പൂശാൻ വേണ്ടി എൻ്റെ അഭിയെ കുറ്റക്കാരനാക്കാൻ ആരും ശ്രമിക്കേണ്ട. ഇപ്പം ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത് വലിയ കൊട്ടാരമാണ്. ഒരു കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം, ഇപ്പം മൂർത്തി ജ്വല്ലറി അടിക്കടി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം ഈ വീട്ടിലുള്ളവരുടെയൊക്കെ മനസ്സാണ്. മനസ്സിൽ നിറയെ വിഷം കുത്തിവെച്ചിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാം നശിച്ചു പോകുന്നത്. ഇനിയും അത് അങ്ങനെ തന്നെ കാണുള്ളൂ. ഏതായാലും ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ ഇവിടുന്ന് പുറത്താക്കുവാണെങ്കിൽ ആക്കിക്കോ, എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ അഭയുടെ തലയിൽ ഇതുപോലൊരു കുറ്റം ആരോപിക്കുന്നതിന് പകരം കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങിത്തരാൻ പറയണമായിരുന്നു. വളരെ മാന്യമായിട്ട് ഞങ്ങൾ ഇറങ്ങി തന്നേനെ. അതിന് പകരം ഇങ്ങനൊരു കാര്യം ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ നവ്യ പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി എന്താ വേണ്ടതെന്നും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും എനിക്കറിയാം, ആരും എന്നെ ഉപദേശിക്കാൻ വരണ്ട, ഞാനത് കേൾക്കാനും നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് കയറിപ്പോവും. പോയി കഴിയുമ്പോൾ ഇവളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുവാണ് ദേവയാനിയും മുത്തശ്ശിയും കൂടെ. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരുന്നല്ലോ നവ്യ പുറത്ത് പോയപ്പം, അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമോ, എന്തെങ്കിലും തോന്നാബുദ്ധി കാണിക്കുമോ എന്നൊക്കെ ഓർത്ത്. ഏതായാലും അത് മാറിക്കിട്ടിയില്ലേ, അതൊരു വലിയ ആശ്വാസമല്ലേ. അതുകൊണ്ട് ഇനി അവൾ എന്ത് വിചാരിച്ചാലും നിങ്ങൾ അതിനെ തിരുത്താൻ പോകേണ്ട കാര്യമില്ല. സത്യം എന്താണെങ്കിലും ഒരിക്കൽ അത് നമ്മളെ തേടിയെത്തും, അന്ന് അത് അറിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. ഏതായാലും ഭയങ്കര വിഷമമായി ദേവയാനിക്കൊക്കെ. ഈ സമയം റൂമിൽ പേടിച്ച് വിറച്ചിരിക്കുമായിരുന്നു അഭിയുടെ അടുത്തേക്ക് നവ്യ കയറി ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങനെ ചാടി എഴുന്നേറ്റ് ഇങ്ങനെ പേടിച്ച് നിൽക്കും. അന്നേരം, എടാ നിനക്ക് അടുത്ത ദിവസം മാനേജറായിട്ട് ജോയിൻ ചെയ്യാൻ പോകേണ്ട AN ജ്വല്ലറിയിൽ, അതിന് നിനക്ക് ഞാനൊരു ഡ്രസ്സ് മേടിച്ചു, ഇത് കൊള്ളാവോ നോക്കുക എന്ന് പറയും. ആ കവർ മേടിച്ചിട്ട് അതിൽ നിന്ന് ആ സാധനങ്ങൾ ഡ്രസ്സ് പുറത്തേക്ക് എടുക്കുമ്പം അഭിയുടെ കൈ വിറയ്ക്കുക. അന്നേരം നവ്യ ചോദിക്കുന്നുണ്ട്, ഇതെന്താടാ നിൻ്റെ കൈ വിറയ്ക്കുന്നത്, നിനക്ക് എന്താ പേടിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയും. അതെടുത്ത് കഴിയുമ്പം അഭി ഇങ്ങനെ മനസ്സിലോർക്കുക, ഈശ്വര ഇതിൻ്റെ ഉള്ളിൽ വല്ല ബോംബാണോ, ഇവളെന്തിനാ എനിക്ക് ഡ്രസ്സ് മേടിച്ച് ഇപ്പം എന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. ഏതായാലും അത് പയ്യെ തുറന്നു നോക്കുമ്പോൾ ഡ്രസ്സ്
തന്നെയാണ്. അന്നേരം ഇഷ്ടമായോ എന്ന് ചോദിക്കും. ഇഷ്ടമായി എന്ന് പറയും. എന്നിട്ട് നവ്യ പിന്നെയും ചോദിക്കുന്നുണ്ട്, നിൻ്റെ മുഖത്ത് എന്താ ഭയങ്കര പേടി പോലെ, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, നീ ഇവിടുന്ന് പോയപ്പോൾ എന്നെ പേടിപ്പിച്ചിട്ടല്ലേ പോയത്, ഇന്നലെ രാത്രിയും നീ ഉറങ്ങിയിട്ടില്ലെന്ന് ഞാൻ കണ്ടതാണ്, അതുകൊണ്ട് ആകെ വിഷമമാണ് എനിക്ക്, അതുകൊണ്ടായെന്ന് പറയുമ്പോൾ, എന്തേ ഞാൻ തിരിച്ചു വരില്ലെന്ന് നീ കരുതിയായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നും സംഭവിക്കല്ലേ ഭഗവാനെ എന്നോർത്ത് ഇവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, എല്ലാവരും കൂടി നമ്മളെ തമ്മിൽ പിരിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ അതിന് കൂട്ടുനിന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആകെ വിഷമമായിരുന്നു 2 ദിവസം. പക്ഷേ സത്യം എന്താണ് എന്ന് എനിക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ട്. ഇനി അതിനെ മുൻനിർത്തിയേ ഞാൻ മുന്നോട്ട് പോകുള്ളൂ എന്നൊക്കെ പറയുമ്പം അഭി ഇങ്ങനെ പറയുവാണ്, എടി നമ്മൾ രണ്ടുപേരും നല്ല സ്നേഹിച്ച് ജീവിക്കുന്നത് ഇവർക്ക് ഇവിടെയുള്ള ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അത് തകർക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിച്ചത്. നിൻ്റെ അച്ഛനും അമ്മയും പോലും ആ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് എനിക്ക് ആകെ വിഷമമായിരുന്നു. ഏതായാലും നിനക്കിപ്പം കാര്യങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിലായല്ലോ എന്നൊക്കെ പറയുമ്പം, മനസ്സിലായടാ, അതുകൊണ്ട് തന്നെ എനിക്കിപ്പം നിന്നോട് ഒരുപാട് ഇഷ്ടമുണ്ട്, ഒത്തിരി സ്നേഹമുണ്ട്. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നത് നിന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കാൻ പറ്റും. AN ജ്വല്ലറിയുടെ മാനേജറായിട്ട് നീ അവിടെ ചാർജ് എടുക്കുകയും ചെയ്യും. അതെനിക്ക് കാണണം. ഇനി എപ്പോഴും ഞാൻ നിൻ്റെ കൂടെ തന്നെ കാണും. നമ്മളെ വേർതിരിക്കാൻ ആർക്കും സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഭയങ്കര സന്തോഷം അഭിക്ക്. എന്നിട്ട് സന്തോഷം കാരണം രണ്ടുപേരോട് കെട്ടിപ്പിടിച്ച് സന്തോഷിച്ച് നിൽക്കുന്ന കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.